സമ്പദ് വ്യവസ്ഥയെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന് പരിഹസിച്ച ട്രംപിന്റെ വാക്കുകൾ അംഗീകരിച്ച രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രഹരം. സ്വന്തം രാജ്യത്തെക്കുറിച്ച് അമേരിക്കൻ സായിപ്പ് മോശം പറഞ്ഞപ്പോൾ രാഹുൽ അതിൽ കുരുങ്ങി വീഴാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു തരൂരിന്റെ നിലപാട്. സംഭവം ഇങ്ങനെ: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശത്തെ നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമം തിരിച്ചടിയായി. രാഹുൽ ഗാന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്തുകിടക്കുന്നുവെന്ന ട്രംപിന്റെ പരാമർശം ഏറ്റുപിടിക്കുകയായിരുന്നു. എന്നാൽ രാഹുലിന്റെ പാർട്ടി സഹപ്രവർത്തകരും സഖ്യകക്ഷികളും വിപരീത നിലപാട് സ്വീകരിച്ചു. ട്രംപിന്റെ പരാമർശങ്ങളെ രാഹുൽ ഗാന്ധി അംഗീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ BJPക്ക് ഒരു രാഷ്ട്രീയ അവസരം നൽകി. ട്രംപിന്റെ പരാമർശങ്ങളെ അംഗീകരിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ അവ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുതിർന്ന പാർട്ടി സഹപ്രവർത്തകരായ ശശി തരൂരും രാജീവ് ശുക്ലയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയിലേക്ക് വിരൽ ചൂണ്ടി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മരിച്ച സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക രംഗമെന്ന് പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടിയുമായി ശശി തരൂർ രംഗത്ത് വരികയായിരുന്നു. അമേരിക്കയുടെ വിലയിരുത്തൽ യുക്തിക്ക് നിരക്കാത്തതെന്നും അമേരിക്കയുടെ ഒരു ആവശ്യത്തിനും ഇന്ത്യ വഴങ്ങരുതെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ വ്യക്തമാക്കി. വാഷിംഗ്ടൺ ഉന്നയിക്കുന്ന യുക്തിരഹിതമായ ആവശ്യങ്ങൾ എന്നതാണ് 25% തീരുവയെ ശശി തരൂർ വിശേഷിപ്പിച്ചത്. ഇതേസമയം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ച ട്രംപിന് മുഖത്തടിച്ച മറുപടി നൽകി വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ഞങ്ങൾ ദുർബലരല്ല. ഇന്ത്യ ദുർബലമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് പറഞ്ഞു. ഞാൻ മൂന്നാമതായി നിങ്ങൾക്ക് പിന്നാലെ അതിവേഗം വരുന്നുണ്ടെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. ട്രംപിന്റെ മരിച്ച സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യക്ക് എന്ന പരിഹാസത്തിനുള്ള മറുപടിയായാണ് ഈ പ്രസ്താവന കണക്കാക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതിക്ക് 25% തീരുവ പ്രഖ്യാപിച്ച US നടപടിയുടെ പ്രത്യാഘാതങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവ ഏർപ്പെടുത്തുന്നതിന് തന്നെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് ട്രംപ് ആകട്ടെ പ്രസംഗം നടത്തിയത്. ഇന്ത്യയും റഷ്യയും ആക്രമിച്ചുകൊണ്ട് ന്യൂഡൽഹിയുടെ മോസ്കോയുമായുള്ള ഇടപാടുകളെ കുറിച്ച് തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു ഇരുവർക്കും അവരുടെ മരിച്ചുകിടക്കുന്ന സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കാൻ കഴിയുമെന്നും ട്രംപ് പറയുകയായിരുന്നു. ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അവർക്ക് അവരുടെ ചീത്ത സമ്പദ് വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കാൻ കഴിയും. എനിക്ക് താല്പര്യമുള്ളതെല്ലാം ചെയ്യാം. ഇന്ത്യയുമായി ഞങ്ങൾ വളരെ കുറച്ചു മാത്രമേ ബിസിനസ് നടത്തിയിട്ടുള്ളൂ. അവരുടെ ടാരിഫ് വളരെ ഉയർന്നതാണ്, ലോകത്തിലെ ഏറ്റവും ഉയർന്നവരിൽ ഒന്നാണ്. അതേപോലെ തന്നെ റഷ്യയും US ഒരുമിച്ചൊരു ബിസിനസ്സും നടത്തിയിട്ടില്ല. നമുക്കത് അങ്ങനെ തന്നെ തുടരാം. അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ, അതായത് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ ഈ പോസ്റ്റിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയെ ആവേശഭരിതനാക്കുകയായിരുന്നു. താമസിക്കാതെ തന്നെ US പ്രസിഡന്റിനോട് യോജിക്കുന്നതായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വെച്ച് കാച്ചുകയും ചെയ്തു. US പ്രസിഡന്റിനോട് യോജിക്കുന്നതായി പാർലമെന്റിൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ട്രംപ് പറഞ്ഞതാണ് സത്യമെന്നും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒഴികെ എല്ലാവർക്കും ഇത് അറിയാമെന്നും പ്രസിഡന്റ് ട്രംപ് ഒരു വസ്തുത പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇതിനെതിരെയായിരുന്നു ശശി തരൂർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.